കോറോ ഹെൽത്ത് കൂട്ട പിരിച്ചുവിടൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. അതിൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം എന്നുള്ളതാണ് അതിലേറ്റവും പുതിയ വിവരം. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ചർച്ച നടത്തണമെന്നും സർക്കാരിന് വിഷയത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ട് എന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുമെങ്കിലും കമ്പനി അധികൃതർ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അധിക സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുകയില്ല. സർക്കാർ അത് ആ നിലയിൽ അത് ഏറ്റെടുക്കുമോ? തൊഴിലാളികൾക്ക് വേണ്ടി, പിരിച്ചുവിടപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ മനുഷ്യാവകാശങ്ങൾ, തൊഴിൽ സംരക്ഷണം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു വളരെ ഫലപ്രദമായൊരു ഇടപെടൽ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അതിനുള്ളൊരു ക്ലിയർ ഡയറക്ഷൻ അല്ലേ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്? ശരത്, ഈ തൊഴിലാളി വിരുദ്ധ സമീപനവുമായി ബന്ധപ്പെട്ട്, അതായത് കോറോ ഹെൽത്ത് കമ്പനിയുടെ തൊഴിലാളി വിരുദ്ധ സമീപനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു നോട്ടീസ് അത് ജില്ലാ ലേബർ ഓഫീസറാണ് ഈ കമ്പനിക്ക് നൽകുന്നത്. ഇതിനെതിരെയാണ് ഈ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പി ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടതി ഇങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ അതൊരു ചർച്ചയിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്, സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടണം, സർക്കാരിന് ഇടപെടാൻ പറ്റിയ ഒരു വിഷയമാണ് എന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു അനുരഞ്ജന നീക്കം കൂടി മുന്നോട്ട് പോകണം എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ കോടതി ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിന് കൃത്യമായി ഇടപെടാൻ ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, തൊഴിലാളികൾക്കെതിരെ ഈ കമ്പനിയുടെ ഭാഗത്ത് ഈ നീക്കം അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ സമീപനം തുടരുന്നത് ദിവസങ്ങളായി ആണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നൊരു ആരോപണം ഇവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ എവിടെയും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു. അത് ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഉമാ തോമസ് MLA ഉണ്ടായിരുന്നു, മറ്റ് അധികൃതർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടായിരുന്നില്ല. കമ്പനി അധികൃതർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ലീഗൽ അഡ്വൈസർ മാത്രമാണ് വന്നത്. പിന്നീട് അങ്ങോട്ട് സർക്കാർ ഇത്തരത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി അധികൃതരെ കോൺടാക്ട് ചെയ്ത് അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുവാനൊന്നും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. കമ്പനി അധികൃതർ ഫോൺ എടുക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ നിൽക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം ഒരു ഭാഗത്ത് ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിൽ നിന്നും മാത്രം 4 മന്ത്രിമാരുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. എന്നിട്ട് പോലും മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള ഇടപെടലും കൃത്യമല്ല എന്നൊരു വലിയൊരു ആക്ഷേപമുണ്ട്. നിലവിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി തൃക്കാക്കര MLA ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ലേബർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ കൃത്യമായി നേരിട്ടിറങ്ങി ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ ഒരു വലിയ ആരോപണമുള്ളത്. അതുതന്നെയാണ് ജീവനക്കാരും പറയുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ്. ഈ MLA ആണെങ്കിലും ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരാണെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ല. ഈ MLAയുടെ വാക്കുകേട്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജീവനക്കാർ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ ഇത്തരത്തിൽ MLA ആണ് ഈ ഒരു കാര്യം പറയുന്നത്. ജീവനക്കാർക്ക് അടുത്ത ദിവസം മുതൽ കമ്പനിയിലേക്ക് വരാം എന്നൊരു ഉറപ്പ് കമ്പനി അധികൃതർ നൽകിയിട്ടുണ്ട് എന്ന്. ആ ഒരു വാക്കുകേട്ടാണ് ജീവനക്കാർ കമ്പനിയിലേക്ക് വരുന്നത്. പക്ഷേ ആ ദിവസവും കമ്പനി അടച്ചുപൂട്ടിയ ഒരു സാഹചര്യമാണ്. മണിക്കൂറുകളോളമാണ് ജീവനക്കാർ ഇത്തരത്തിൽ പുറത്തു നിന്നത് എന്നുള്ളതാണ്. അതിൽ സ്ത്രീകളുണ്ട്, ഗർഭിണികളായവരുണ്ട്, അത്തരത്തിൽ നിരവധി ആളുകൾ ആ ജീവനക്കാരിലുണ്ട്. അവർ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. ഒരുപക്ഷെ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ സംഭവസ്ഥലത്തെത്തുകയും അവിടെയുള്ള ജീവനക്കാരുടെ ഒക്കെ ഹാജർ രേഖപ്പെടുത്തി അവരോട് മടങ്ങാൻ പറയുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും നാളെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുകയും ചെയ്യും. പക്ഷേ അതിൽ വലിയൊരു ആശങ്കയുള്ളത്, ആ ഒരു യോഗത്തിൽ ഇത്തരത്തിൽ കമ്പനിയുടെ അധികൃതർ പങ്കെടുക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. തിങ്കളാഴ്ച നടന്ന യോഗത്തിന് സമാനമായ സാഹചര്യത്തിൽ ലീഗൽ അഡ്വൈസറോ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും മറ്റാരെങ്കിലുമോ, അധികൃതരല്ലാതെ മറ്റാരെങ്കിലും ആയിരിക്കുമോ പങ്കെടുക്കുമോ, അതൊന്നും ഒരു
വ്യക്തത നിലവിൽ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇപ്പോഴും ആ ഒരു തൊഴിലാളി വിരുദ്ധ സമീപനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ലഭിക്കുന്നില്ല, തങ്ങൾ ഈ കമ്പനി അടച്ചുപൂട്ടുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് 800-ന് മുകളിൽ ജീവനക്കാരാണ് കേരളത്തിൽ മാത്രം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്നാണ്. കൊച്ചിയിലും കോഴിക്കോടുമായി 800-ന് മുകളിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജോലി ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ കയ്യിൽ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ലാഭത്തിലല്ല ഈ കമ്പനി മുന്നോട്ട് പോകുന്നത് എന്നൊരു വാദമായിരുന്നു ആദ്യഘട്ടത്തിൽ കമ്പനി മുന്നോട്ട് വെച്ചത്. പക്ഷെ അപ്പോഴും ജീവനക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, അത്തരത്തിൽ ലാഭത്തിലല്ല ഒരു കമ്പനി മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് തങ്ങളുടെ 2.5 മാസത്തെ ശമ്പളം മുൻകൂറായി തങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചു? ഒപ്പം തന്നെ മറ്റിടങ്ങൾ, അതായത് ഹൈദരാബാദ്, ഒപ്പം തന്നെ ബാംഗ്ലൂർ പോലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഈ കമ്പനികൾ ഇപ്പോഴും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന ഒരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ ആദ്യ യോഗത്തിൽ തന്നെ ലേബർ കമ്മീഷണർ പറഞ്ഞൊരു കാര്യമുണ്ട്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 100 ജീവനക്കാരോ അല്ലെങ്കിൽ അതിന് മുകളിൽ ജീവനക്കാരോ ഉള്ളൊരു കമ്പനിയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കൂട്ടം പിരിച്ചുവിടൽ അല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടുന്ന സാഹചര്യമാണെങ്കിൽ അത് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. അതേസമയം തന്നെ ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ കൃത്യമായൊരു ഇടപെടലും എവിടെ ഉണ്ടായിട്ടില്ല, മറ്റ് മന്ത്രിമാരുടെ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തു തന്നെയായാലും നാളെയാണ് മന്ത്രി ഇടപെട്ടുള്ള ഒരു യോഗം നടക്കുന്നത്. മന്ത്രി ഇടപെട്ടുള്ള ആദ്യ യോഗമാണ്. അതിൽ ഇനി കമ്പനി അധികൃതർ പങ്കെടുക്കുമോ എന്നതിൽ വലിയൊരു ആശങ്ക കൂടി ഇപ്പോഴുണ്ട്. ശരി, അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് ഈ കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഡയറക്ഷൻ ആ നിലയിൽ തൊഴിലാളികൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ നാളെ ആ യോഗത്തിൽ ഇടപെടുമോ, കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്നതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു സാഹചര്യം പൊതുവിൽ വിശദീകരിച്ചുകൊണ്ടാണ് അമൽനാഥ് സംസാരിച്ചത്.